തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിനിടെ നാടകീയ രംഗങ്ങൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കൗൺസിൽ പിരിഞ്ഞതിന് പിന്നാലെ നടുത്തളത്തിൽ ഏറ്റുമുട്ടി ബിജെപി കോൺഗ്രസ് പ്രവർത്തകർ. ഹാജർ രേഖപ്പെടുത്താനുള്ള കോൺഗ്രസ് അംഗങ്ങളുടെ ശ്രമം ബിജെപി അംഗങ്ങൾ തടഞ്ഞതിന് പിന്നാലെയായിരുന്നു കയ്യാങ്കളി. മിനിറ്റ്സ് ബുക്ക് ബിജെപി പ്രവർത്തകർ മുക്കിയെന്നും കാപ്പ കേസ് പ്രതി ആർ സുഗതനെ രക്ഷിക്കാനുള്ള ശ്രമമാണെന്നും കെ ശബരിനാഥൻ ആരോപിച്ചു. മിനിറ്റ്സ് ബുക്ക് എവിടെ മിനിറ്റ്സ് ബുക്ക് അന്വേഷിച്ചു നോക്കൂ. മിനിറ്റ്സ് ബുക്ക് അവന്മാർ കീറി. നിങ്ങൾ മിനിറ്റ്സ് ബുക്ക് എവിടെ അന്വേഷിച്ചു നോക്കൂ. ഈ കഴിഞ്ഞ ഒപ്പുള്ള സുഗതൻ വിഷയത്തിൽ ഇനി കോടതിയിൽ സ്റ്റാൻഡിംഗ് ആദ്യം മിനിറ്റ്സ് ബുക്ക് അവർ കീറി. ഇല്ല, മിനിറ്റ്സ് ബുക്ക് അവന്മാർ കീറി. ഇപ്പം നിങ്ങളെല്ലാം ഷൂട്ട് ചെയ്തല്ലേ, നമുക്ക് ഇതിന്റെ ആവശ്യം വല്ലതും നമ്മൾ മര്യാദയോടെ വന്നതാണ്. ഇത് സുഗതന് വേണ്ടി അറ്റൻഡൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി രാവിലെ മേയർ വന്ന് അലങ്കോലമാക്കി. അതിനുശേഷം ഈ മിനിറ്റ്സ് ബുക്കിൽ നമ്മൾ ഒപ്പിടുന്നു എന്ന് മനസ്സിലാക്കിയപ്പം ഇവർക്കത് മനസ്സിലായി കളി പാളിയെന്നുള്ളത്. ശബരിനാഥൻ ഹാജർ ബുക്ക് പിടിച്ചുവെച്ചെന്ന് ചെമ്പഴന്തി ഉദയൻ ആരോപിച്ചു. ഞങ്ങൾ മണിക്കൂറുകളോളം ഈ രജിസ്റ്റർ ബുക്ക് ഒപ്പിടാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ്. ശബരിനാഥ് UDFന്റെ പാർലമെന്റ് പാർട്ടി ലീഡർ ഈ ബുക്കും വച്ചുകൊണ്ട് മനഃപൂർവ്വം നിൽക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്ന ഒപ്പിട്ടില്ല, ഞങ്ങളെ ഹാജർ നഷ്ടപ്പെടും. അപ്പൊ ബോധപൂർവം ആരാണ് അവരെവിടെ പോയത്? അവർക്ക് എല്ലാ ആരോപണമല്ലേ ഉള്ളൂ. അവരെ തെളിയിക്കട്ടെ. നിങ്ങളെ വിഷ്വലിൽ നോക്കൂ. ചെമ്പഴന്തി ഉദയന്റെ സീറ്റ് എവിടെയാണ് ചെമ്പഴന്തി ഉദയന്റെ സീറ്റ്? എന്തിനാണ് അയാൾ അവിടെ നിന്ന് ഇവിടെ വന്നത്? ഗുണ്ടായിസം കൊണ്ട് ഭരിച്ചുകൊണ്ട് പോകാന്ന് അവര് വിചാരിക്കണ്ട. ഇതാണ് ആ ദൃശ്യം, കൗൺസിലറെ മർദ്ദിക്കുന്ന ദൃശ്യമാണ്. എന്റെ ശരിക്കും പറഞ്ഞാൽ എന്റെ കണ്ണാടിയുടെ ഈ ഒരു ഇതുണ്ടല്ലോ, ആ അലൈൻമെന്റ് എല്ലാം പോയി. എനിക്ക് ക്ലിയർ ആയിട്ട് ഇപ്പം അത് വല്ലാതെ എന്നിട്ട് ഇത് തെറിച്ചു പോയപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ വാണ്ട് കടിച്ചു പിടിച്ചിട്ട് അതും കാണുമായിരിക്കും. പിടിച്ചാണ് നിന്നത്. ചെമ്പഴന്തി ഉദയൻ വന്നതിന് ശേഷം ഈ കണ്ണാടിയോട് അടിച്ചു തെറിപ്പിക്കുകയാണ്. ഇങ്ങനെ അങ്ങ് അടിക്കുകയാണ്. അപ്പൊ ഈ കണ്ണാടി പോകുന്ന ഇവിടെ പോണ എനിക്ക് അറിഞ്ഞുകൂടാ അത് പറയാൻ. കാര്യം കണ്ണാടി പോകുന്നു, ഇവിടെ അടി വീഴുന്നു. എനിക്ക് ശരിക്കും കഴുത്ത് ഇങ്ങോട്ട് തിരിക്കാൻ പറ്റുന്നില്ല. അതായത് ഈ ബുക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ മർദ്ദിക്കുകയായിരുന്നു. ബുക്ക് ശബരിയുടെ നിന്ന് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചതാണ്. അവർക്ക് ഞങ്ങളെ കൂടുതലും വനിതാ കൗൺസിലേഴ്സാണ് UDFനുള്ളത്. അപ്പോൾ സ്ത്രീകൾ എത്തിക്കാൻ സമയത്ത് ഈ അയാൾക്ക് അവിടെ ഒരു സീറ്റ് ഉണ്ടായപ്പോൾ എന്തിനാണ് അയാൾ ഇവിടെ വന്നത്? അതാണ് എനിക്ക് അറിയേണ്ടത്. എന്തിനാണ് അയാൾ ഇവിടെ വന്നത്? ചെമ്പഴന്തി ഉദയന്റെ മർദ്ദനം നന്നായിട്ട് ചെമ്പഴന്തി ഉദയൻ തന്നെയാണ് അതിന്റെ ലീഡറായിട്ട് നിന്നത്. മേഡത്തിന്റെ എവിടെ മർദ്ദിച്ചാണ്? തലയ്ക്കാണോ? ഇപ്പൊ നിങ്ങളെല്ലാം ആണുങ്ങളായിട്ട് ഞാൻ നേരത്തെ 2-3 വനിതാ മാധ്യമക്കാർ വന്നപ്പോ ഞാൻ കഴിച്ചു. എനിക്ക് നീരുണ്ട്, ഇവിടെ ഇങ്ങനെയാണ് നീരുണ്ട് എനിക്ക്. പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ? ചെമ്പഴന്തി ഉദയനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് 100%. അയക്ക് ഇവിടെ വരേണ്ടവര് വേറെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ഒന്നല്ലോ, അവരാരും നമ്മളടുത്ത് മോശമായിട്ട് സംസാരിച്ചില്ലല്ലോ, മോശമായിട്ട് പെരുമില്ല. ഈ ചെമ്പഴന്തി ഉദയൻ തന്നെയാണ്. അതുകൊണ്ട് അയാൾ ഒരു നിമിഷം പോലും ആ സീറ്റിലിരിക്കാൻ അയാൾ അർഹനല്ല. അതെല്ലാം നമ്മൾ ലീഡേഴ്സുമായിട്ട് തീരുമാനിച്ചിട്ട് ചെയ്യും. എന്തായാലും നമ്മൾ ലീഡേഴ്സുമായിട്ട് നമുക്ക് ലീഡേഴ്സ് ഉണ്ട്, അവരുമായിട്ട് തീരുമാനിച്ചിട്ട് അവരുമായിട്ട് തീരുമാനിച്ചിട്ട് ചെമ്പഴന്തി ഉദയനെ എതിർക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നോ മേഡത്തിന് മർദ്ദനമേറ്റത്? എങ്ങനെയായിരുന്നു എതിർക്കണം? അയാൾ ഇങ്ങോട്ട് വന്നതല്ലേ, ഇങ്ങോട്ട് വന്ന അങ്ങ് അടിച്ച് പിടിച്ചു വാങ്ങയല്ലേ. നമ്മളെ എതിർക്കാൻ അയാളെ പോലെ ഇങ്ങോട്ട് ഇരച്ചുകൊണ്ട് വരുന്നവർക്ക് ഒരു സ്ത്രീക്ക് അയാളുടെ മുമ്പ് എതിർക്കാൻ പറ്റുമോ?
ആൾ ഗുണ്ടായിസല്ലേ കാണിച്ചത്? പരാതി കേസായിട്ട് പോകുന്നുണ്ടോ നടപടി? അതിന് ഞാൻ പറഞ്ഞില്ലേ, അതിന് ഇനി ഫർദർ നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ലീഡേഴ്സായിട്ട് തീരുമാനിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോകും. അല്ല, എന്നാലും ഈ കൗൺസിൽ ഹാളിൽ വെച്ച് പരസ്യമായ ഒരു സ്ത്രീയെ മർദ്ദിക്കുന്നു, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഈ കൗൺസിൽ ഹാളിൽ വെച്ച്, നഗരസഭയുടെ കൗൺസിൽ ഹാളിൽ വെച്ച് ഒരു സ്ത്രീക്ക് മർദ്ദനമേൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് ആലോചിച്ചു, നമ്മൾ സഹോദരൻ ഇത് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദ ബന്ധത്തിലാണ്. അപ്പം അങ്ങനെ ഒരു ഇതിരിക്കുന്നത് നമ്മൾ അത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് കൗൺസിലിൻ്റെ അകത്ത് കൗൺസിലിൽ സ്ത്രീകൾക്ക് ഇത്രയും മോശമായിട്ട് അനുഭവമാണെങ്കിൽ ഇനി അടുത്ത് ഭരണം തുടർച്ച വന്നാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ആണെങ്കിൽ എന്തായിരിക്കും സ്ത്രീകളുടെ അവസ്ഥ? നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ തൊട്ട് ഇപ്പോഴും ആ വെള്ളം ഉണങ്ങിയിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇവിടെ നിന്ന് ഇന്നലെ എടുത്തങ്ങ് ഒഴിക്കുകയാണ് നമ്മുടെ ദേഹത്ത്. ഇപ്പോഴും ഉണ്ട്, നനവുണ്ട്. ആർക്ക് വേണമെങ്കിലും നോക്കാം. ബുക്ക് കാണിച്ചത് കൊണ്ട് എന്തിനാണ് ഇത്രമാത്രം ഒരു പ്രകോപനം ഉണ്ടാകാൻ കാരണമെന്നാണ് വിചാരിക്കുന്നത്? അത് സുഗതനെ രക്ഷിക്കാനായിട്ടുള്ള പ്ലാൻ തന്നെയാണ്. അതെല്ലാം നമ്മളെ ലീഡേഴ്സ് പറയും. അതെല്ലാം നമ്മളെ ലീഡേഴ്സ്. ഇപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശാരീരികമായ എന്തെങ്കിലും അസ്വസ്ഥതകൾ? തീർച്ചയായിട്ടും ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പാളയം വാർഡ് കൗൺസിലറാണ് ഷെർലി. ഇവിടെ നടന്ന നാടകീയമായ രംഗങ്ങൾ കയ്യാങ്കളിയിലേക്ക് കലാശിച്ച ഈ മുഹൂർത്തത്തിൽ കാര്യമായി തന്നെ ഷെർലിക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. കഴുത്തിൻ്റെ ഒരു വശത്താണ് മർദ്ദനമേറ്റത്. അത് ദൃശ്യങ്ങൾ സഹിതമുണ്ട്. കഴുത്ത് അവർക്ക് ഒരു വശത്തേക്ക് തിരിക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഷെർലി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകും. അതിനു മുൻപ് നേതൃത്വവുമായി ആലോചിച്ച ശേഷം തുടർ നടപടിയിലേക്ക് കടക്കുമെന്നാണ്. പ്രധാനമായും തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിൽ ഹാളിൽ ഇത്തരത്തിൽ ഒരു സ്ത്രീക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ചെമ്പഴന്തി ഉദയൻ ഈ ഹാജർ ബുക്ക് ഉയർത്തി കാണിക്കുന്ന സമയത്ത് പാഞ്ഞെടുത്തതിന് ശേഷം കരുതിക്കൂട്ടി ഇത്തരത്തിൽ മർദ്ദിക്കുകയായിരുന്നു എന്ന ഒരു കാര്യമാണ് അവർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോകുന്നതിനുള്ള നടപടികളിലേക്ക് ഒക്കെ ഷെർലി പോകുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ സഹിതം കൃത്യമാണ്. കാരണം ഈ ശബരിനാഥനാണ് ആദ്യമായി ഈ ഹാജർ ബുക്ക് ഉയർത്തി കാണിക്കുന്നത്. ഹാജർ ബുക്ക് ഉയർത്തി കാണിക്കുന്ന സമയത്ത് BJP കൗൺസിലർമാർ ആദ്യം ആ ബുക്ക് വാങ്ങി നൽകാൻ നഗരസഭയിലെ ജീവനക്കാരോട് ആവശ്യപ്പെടുന്നു. ആ ജീവനക്കാർ ആവശ്യപ്പെട്ടിട്ട് ആ സമയത്ത് ശബരിനാഥൻ ഈ ബുക്ക് കൊടുത്തില്ല. നമ്മളുടെ ആൾക്കാർ ഒപ്പിട്ടതിന് ശേഷം ഈ ബുക്ക് കൈമാറ്റം ചെയ്യാമെന്നതായിരുന്നു അപ്പോൾ ശബരി സ്വീകരിച്ചത്. പക്ഷേ അത്രയും സമയം ക്ഷമിച്ചു നിൽക്കാൻ BJP കൗൺസിലർ തയ്യാറായിരുന്നില്ല. BJPയുടെ പാപ്പനംകോട് സജി ഉൾപ്പെടെയുള്ള കൗൺസിലർ ആ ബുക്ക് വാങ്ങി നൽകാൻ നിരന്തരം ഈ നഗരസഭയിലെ ജീവനക്കാരനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നടക്കാതെ വന്നപ്പോഴാണ് ചെമ്പഴന്തി ഉദയൻ അവിടെ എത്തുകയും, അദ്ദേഹം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, ചെമ്പഴന്തി ഉദയൻ അവിടെ എത്തുകയും ഈ ബുക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്തത്. അതാണ് വലിയ തരത്തിലേക്ക് ഒരു കയ്യാങ്കളിയിലേക്ക് പോകുകയും ഒരു ഇത്തരത്തിലൊരു അക്രമ സംഭവത്തിലേക്ക് കലാശിച്ചതും. ഈ ചെമ്പഴന്തി ഉദയൻ ഈ ബുക്ക് പിടിച്ചു വാങ്ങുന്നു. അതിൽ നടന്ന തർക്കത്തിലാണ് ഇത്തരത്തിൽ കൈവോങ്ങി ഒരു വനിതാ കൗൺസിലർ, അതായത് പാളയം വാർഡ് കൗൺസിലർ ഷെർലിക്കാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റിരിക്കുന്നത്. ശബരിനാഥനടക്കം വലിയ തരത്തിൽ വാക്കേറ്റമുണ്ടായി. വനിതാ കൗൺസിലർമാരെ ഇത്തരത്തിൽ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിൽ വാക്കേറ്റവും മുന്തും തള്ളും ഒക്കെ ഉണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കൗൺസിൽ ഹാളിൽ നിന്നും ഇവരെല്ലാം പിരിഞ്ഞു പോയിരിക്കുന്നത്. എന്തായാലും കൗൺസിൽ ഹാളിൽ ഒരു സ്ത്രീക്ക്, ഒരു വനിതാ കൗൺസിലർക്ക് മർദ്ദനമേറ്റിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.